ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പലപ്പോഴും ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഡിവൈൻ മാസ്കുലിന്റെ എവേക്കനിങ്ങിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്നാൽ ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ എവേക്കനിങ്ങിന് പിന്നിലുണ്ട്. പലരും വിചാരിക്കുന്നത് ഡിവൈൻ മാസ്കുലിന്റെ എവേക്കനിങ് എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രണയ സാക്ഷാത്കാരമോ അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുന്നതോ ആണെന്നാണ്. എന്നാൽ സത്യം അതല്ല. ഇതൊരു ക്വേറ്റ്, അതായത് വളരെ ശാന്തവും പുറമേക്ക് ആർക്കും പെട്ടെന്ന് മനസ്സിലാകാത്തതുമായ ഒരു പ്രക്രിയയാണ്. ഈ എവേക്കനിങ് തുടങ്ങുമ്പോൾ അവരുടെ ഉള്ളിൽ വലിയൊരു ആന്തരിക അസ്വസ്ഥതയാണ് ഉണ്ടാകുന്നത്. അതുവരെ അവർ വിശ്വസിച്ചിരുന്ന, അവർ ആശ്രയിച്ചിരുന്ന കാര്യങ്ങൾ, അതായത് ജീവിതത്തിലെ കൃത്യമായ പ്ലാനിംഗുകൾ, ലോജിക്, ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ കണ്ടെത്തിയിരുന്ന വിനോദങ്ങൾ, പിന്നെ അവരുടെ കരിയറിലെ വിജയങ്ങൾ, ഇതെല്ലാം പെട്ടെന്ന് ഒന്നിനും തികയാതെ വരുന്നത് പോലെ അവർക്ക് തോന്നിത്തുടങ്ങും. അത് അവർ അതുവരെ ജീവിച്ച രീതി തെറ്റായതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ പുതുതായി വളർന്നുവരുന്ന ആത്മീയമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ആ പഴയ ചിന്തകൾക്ക് സാധിക്കാത്തതുകൊണ്ടാണ്. ഈ സമയത്ത് അവരുടെ നെർവസ് സിസ്റ്റം വളരെ സെൻസിറ്റീവ് ആയി മാറും. അതുവരെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉറപ്പ് നഷ്ടപ്പെടുകയും ആ സ്ഥാനത്ത് എപ്പോഴും ഒരു അസ്വസ്ഥത വന്ന് നിറയുകയും ചെയ്യും. ശരീരം മുൻപൊന്നുമില്ലാത്ത രീതിയിൽ വിശ്രമത്തിനും ശ്രദ്ധയ്ക്കും വേണ്ടി ആവശ്യപ്പെടാൻ തുടങ്ങും. ഈ ഘട്ടത്തെ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവർ എല്ലാവരിൽ നിന്നും ഉൾവലിയുന്നതായോ, കൺഫ്യൂഷൻ ഉള്ളവരായോ അല്ലെങ്കിൽ ദൂരം പാലിക്കുന്നതായോ ഒക്കെ തോന്നാം. പക്ഷേ സത്യത്തിൽ അവരുടെ ഉള്ളിൽ എന്തോ വലിയൊരു പുനഃക്രമീകരണം നടക്കുകയാണ്. പണ്ട് മനഃപൂർവ്വം അടിച്ചമർത്തി വെച്ചിരുന്ന വികാരങ്ങൾ എല്ലാം ഈ സമയത്ത് പുറത്തേക്ക് വരാൻ തുടങ്ങും. പഴയ ശീലങ്ങളുടെ പിടി അയ്യും. ചുറ്റുമുള്ള ബഹളങ്ങളെക്കാൾ ഉള്ളിലെ നിശബ്ദത അവർക്ക് കൂടുതൽ ഉച്ചത്തിൽ അനുഭവപ്പെടും. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് അവർ ഓടിയകലുന്നത് എന്ന്. സത്യത്തിൽ അവർ പ്രണയത്തിൽ നിന്നല്ല ഓടിയകലുന്നത്, മറിച്ച് പ്രണയത്തിൽ വരാൻ സാധ്യതയുള്ള ആ ഒരു വൾണറബിലിറ്റിയിൽ നിന്നാണ്. അതായത് തങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളും വിഷമങ്ങളും പുറത്തു കാണിച്ചാൽ താൻ പരാജയപ്പെട്ടു പോകുമോ എന്ന ഭയത്തിൽ നിന്നാണ്. തങ്ങളുടെ ഭയങ്ങൾ മറച്ചുവെക്കാൻ ഉപയോഗിച്ചിരുന്ന ആവരണങ്ങളോ സമൂഹത്തിനു മുന്നിലുള്ള അഭിനയങ്ങളോ ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന് അവർ പഠിക്കുകയാണ് ഈ സമയത്ത്. ഈ എവേക്കനിങ്ങിനെ കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല, കാരണം ഇത് വളരെ ശാന്തവും വ്യക്തിപരവും ഒരുവനെ കൂടുതൽ വിനീതനാക്കുന്നതുമായ അനുഭവമാണ്. ഇതിൽ വലിയ പ്രഖ്യാപനങ്ങളോ ആത്മീയമായ വലിയ വാക്കുകളോ ഒന്നും ഉണ്ടാകില്ല. മുൻപ് ഒളിച്ചോടിയിരുന്ന കാര്യങ്ങളെയും വികാരങ്ങളെയും സാവധാനം നേരിടാനുള്ള ഒരു മനസ്സ് മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. കാലക്രമേണ ഒളിച്ചോട്ടങ്ങൾക്ക് പകരം കാര്യങ്ങളെ നേരിടാനുള്ള ധൈര്യവും, കൺഫ്യൂഷനുകൾക്ക് പകരം സത്യസന്ധതയും, അമിതമായ ആവേശത്തിന് പകരം ജീവിതത്തിൽ ഒരു സ്ഥിരതയും അവർക്ക് കൈവരുന്നു. അതുകൊണ്ട് അവർ ഈ പ്രക്രിയയെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അത് ആരുടെയും പുറകെ ഓടാനോ അല്ലെങ്കിൽ താൻ ആരാണെന്ന് തെളിയിക്കാനോ ആയിരിക്കില്ല, മറിച്ച് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ഡിവൈൻ മാസ്കുലിൻ ഉണരുന്നത് ഒരു പുതിയ വ്യക്തിയാകാൻ വേണ്ടിയല്ല, മറിച്ച് അവർക്ക് അവരെ തന്നെ പൂർണ്ണമായി മനസ്സിലാക്കാനും സ്വീകരിക്കാനും വേണ്ടിയാണ്. അങ്ങനെ ഉള്ളിൽ സമാധാനം കണ്ടെത്തിയ ശേഷമേ മറ്റുള്ളവരുമായി യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കൂ. ചില എവേക്കനിങ് വളരെ ഉച്ചത്തിലായിരിക്കാം സംഭവിക്കുന്നത്. എന്നാൽ ഡിവൈൻ മാസ്കുലിൻ്റേത് വളരെ ശാന്തവും ആന്തരികവും തികച്ചും മാനുഷികവുമായ ഒന്നാണ്.